കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാ സ്ഥലത്തും ആരതിയും നിങ്ങൾ ഒരുമിച്ച് വരുന്ന നിങ്ങൾക്ക് ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും ഫോണിനകത്ത് പോലും സോഷ്യൽ മീഡിയയിലടക്കം നിങ്ങൾ വിവാഹമോചിതരായെന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വാർത്തകൾ വരുന്നു. അപ്പോൾ റീസെൻ്റ്ലി യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട്, 3 ലക്ഷം വ്യൂസുള്ള ഒരു വീഡിയോ. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? വിവാഹമോചിതമായ അല്ല ഞങ്ങൾ ഇപ്പോഴും നമ്മൾ കല്യാണം കഴിഞ്ഞല്ലേ അവിടെ, അതിനു മുമ്പേ സെപ്പറേറ്റ് അല്ല അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടില്ല. വേറെ ഏതോ വീഡിയോയിൽ നമ്മൾ ഫോട്ടോ എടുത്ത് ചാടാത് അതിൽ നോക്കും കേട്ടോ. പിന്നെ തംബ്നെയിൽസ് ഒക്കെ നന്നായിട്ട് ഇടണേ ദൈവത്തോർത്ത്. വേറെ ഒന്നുമല്ല, നിങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് കാണുന്നത്. അത് വെറുതെ നമ്മളെ കഷ്ടപ്പെടുത്തിച്ച് കാണിക്കരുത്, മനസ്സിലായില്ലേ? കാരണം എന്താണെന്ന് പറയുക, നിങ്ങൾ ഈ റീച്ചിന് വേണ്ടി ഇടുന്ന തംബ്നെയിൽ അവന്മാർ ഈ കമൻറ്റ് ഇടുന്നവന്മാർ അതിനെന്ത് ചെയ്യും? നമ്മളെ ചീത്ത വിളിക്കും. നമ്മളല്ല, ഇത് കാണുന്ന എല്ലാവരെയും ചീത്ത വിളിക്കും. അതുകൊണ്ട് ഒന്നും നേടാനില്ല, മനസ്സിലായില്ലേ? നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ ഇട്ട് റീച്ച് ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഒരു 10 വീഡിയോ ഇട്ട് ആ സെയിം റീച്ച് ഉണ്ടാക്കുക. നമുക്കും അപ്പോൾ ഉപദ്രവമില്ല, നിങ്ങൾക്കും അപ്പോൾ കാശും കിട്ടും. സത്യമല്ലേ? പിന്നെ എന്നിട്ട് പോയിടണം കേട്ടോ. അപ്പൊ ശരി, ഈ നെഗറ്റീവ് തംബ്നെയിൽ ഇട്ടിട്ട് ബുദ്ധിമുട്ടൊക്കെ വന്നു പറഞ്ഞു ഓണറാണോ? ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ രേണുസുധര കുറെ കണ്ടന്റ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ല ഞാൻ പറയട്ടെ, പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെയും ഉപദ്രവിക്കാതെ പുള്ളിക്കാരി ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നു. അതിനെന്താ പ്രശ്നം? അല്ല എനിക്കത് അല്ല ഒരാളുടെ 90% കമന്റ് നോക്കി കഴിഞ്ഞാൽ നെഗറ്റീവ് വരുന്നത്. അവർ എന്ത് ചെയ്താലും നെഗറ്റീവ് പറയാൻ ഒരു ആൾക്കാർ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ അതല്ലേ എപ്പോൾ പറഞ്ഞു അത് പൊടിയാണ് കുറച്ചുകൂടെ പറയാനായിട്ട് അതിനെ പറ്റി. ഞാൻ സംസാരിച്ചത് ആളൊരു മോഡലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ടാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഇന്ന രീതിയിൽ ഡ്രസ് ചെയ്യണം. നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷനാണ് വേണ്ടത്. അവർക്ക് എന്തോ വേറെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, വേറെ കുറേ ജോബൊക്കെ വന്നതാണ്, അതിന് പോകുന്നില്ല. ഇത് ആൾക്ക് എന്താണോ ഇഷ്ടം അത് ആൾ തീരുമാനിച്ച് ചെയ്യണമെന്ന് കുറ്റുള്ള പോലെ തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ഇപ്പം എനിക്ക് ഡ്രസ്സ് ഇട്ട് നല്ല രീതിയിൽ ഒരുങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ആയിരിക്കും അവർക്കും ആ ഒരു ഫീൽഡിലായിരിക്കും താല്പര്യം. അതുകൊണ്ടായിരിക്കും ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത്. നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ, അവർക്ക് താല്പര്യമില്ലാത്ത പ്രൊഫഷൻ തന്നെ ചൂസ് ചെയ്യണം കാര്യങ്ങൾ. അല്ല പിന്നെ ഒരു കാര്യം, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കലാകാരൻ്റെ ഭാര്യ എന്ന് കരുതി പുള്ളിക്കാരൻ മരിച്ചുപോയി എന്ന് കരുതി ജീവിതകാലം മുഴുവനും അതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിക്കാർക്ക് ഒരു ലൈഫുണ്ട് അല്ലേ? വിഷമമില്ലെന്ന് ആരും പറഞ്ഞു. പുള്ളിക്കാർക്ക് ഒബ്വിയസ്ലി വിഷമം ഉണ്ടാവും. അതിലിപ്പോൾ നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ, മനസ്സിലായില്ലേ? പുള്ളിക്കാരി ജീവിക്കട്ടെ, പുള്ളിക്കാർക്ക് ഇഷ്ടം. പൊടി എന്തായാലും പൊടി ഒരു കോസ്റ്റ്യൂം ചെയ്തിട്ട് പുള്ളിക്കാരെ ഫോട്ടോഷൂട്ട് വിളിക്കും. എങ്കിൽ അത്രയ്ക്കാണ്. എന്തായാലും രേണു പൊടിയെ ഒരു മെസ്സേജ് ചെയ്തോ, പൊടി ഒരു ഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും, ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നതായിരിക്കും. നോക്കട്ടെ എന്ത് സംഭവിക്കും പറയണേ. അല്ല പറഞ്ഞോ, പൊടി പറഞ്ഞു. എനിക്കിഷ്ടമാണ് ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കണേക്കാളും ഭേദം എന്തെങ്കിലുമൊക്കെ എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്ത് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പൊ നിങ്ങൾ പോലും ഈ സമയത്ത് ഇരുന്ന് ഇതിൽ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരെ പോലെയല്ല നിങ്ങൾ പണിയെടുക്കുന്നുണ്ട്. ഇവിടെ വന്നിരുന്ന് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന് നിങ്ങൾ എഫേർട്ട് കൊടുത്ത് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇതിനെ എഡിറ്റ് ചെയ്ത് നിങ്ങൾ ഇതിനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലും ചെയ്യാൻ പറ്റാത്ത കുറേ എണ്ണമാണ് ഇരുന്ന് നെഗറ്റീവ് കമന്റ് ചെയ്യുന്നത്. നിങ്ങൾ ശരി വയ്ക്കുന്നില്ലേ? അഭിമാനം തോന്നുന്നു നിങ്ങളെ കുറിച്ച് ആലോചിച്ച്. പണിയെടുക്കുന്നു. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ പറ്റി ഇതേപോലെ? ഞാനേ പറയത്തുള്ളൂ, അത്രേ ഉള്ളൂ. കുറച്ച് നാളായി വന്നിട്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ അടുത്ത് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. എസ്പെഷ്യലി ഈ ഒരു സിറ്റുവേഷനിൽ കുറേ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളും കൂടിയാണ്. നമുക്കറിയാം, നമുക്ക് കുറേ കാര്യങ്ങളൊന്നും പബ്ലിക്കലി ഒന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല. അവരുടെ ഉള്ളിൽ എത്രത്തോളം എപ്പോഴും വിഷമാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും വിഷമിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. ഓരോരുത്തർക്കും മൂവ് ഓൺ ചെയ്യാണ്ടേ. അപ്പോൾ അവരുടെ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സൈഡ് തിരഞ്ഞെടുക്കണേനെ നമ്മൾ ഇതിനാ വെറുതെ എതിർത്ത് അവരുടെ മനസ്സിൽ കളയുന്നത്. അതേ ഉള്ളൂ, അല്ലാതെ വേറെ അവർക്ക് ഹാപ്പി ആയിട്ട് അവർ ജീവിക്കുന്നെങ്കിൽ അത്രേ ഉള്ളൂ. നമ്മൾ വെറുതെ അവരുടെ കലാകാരൻ്റെ വൈഫ് മരിച്ചിട്ട് എന്താ പറയുക അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. ഞാനൊരു റിവ്യൂ കണ്ടത്. അപ്പോൾ ഈ കുട്ടിയും അതുപോലെ തന്നെ ആവണമെന്ന് നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്തിനാണ് അങ്ങനെ ഒരു കമ്പാരിസൺ തന്നെ എന്ന് നമുക്കറിയില്ല.